വയനാട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ. ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് കേരളത്തിലെ പ്രത്യേക പ്രതിനിധി KV തോമസിന് കത്ത് നൽകി. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വരുന്നത്. വയനാട് ദുരന്തം, ചൂരൽമല, മുണ്ടക്കൈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനിടയില്ല എന്നാണ് വ്യക്തമാകുന്നത്. കേന്ദ്രമന്ത്രി ഇക്കാര്യത്തിൽ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന KV തോമസിന് കത്ത് നൽകിയിരിക്കുന്നു. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ട്. അർജുൻ, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം, ആ ഗണത്തിൽ കൂടുതൽ സഹായങ്ങൾ കിട്ടുമെന്നൊക്കെയാണ് കേരളം പ്രതീക്ഷിച്ചിരുന്നത്. അല്ലാതെയും വേണ്ടത്ര സഹായങ്ങൾ കിട്ടിയില്ല എന്ന പരാതി അതിശക്തമായി സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്താണ് കേന്ദ്രം തീർച്ചപ്പെടുത്തുന്നത്? ദിവേഷ്, സംസ്ഥാനത്തിന്റെ കയ്യിൽ ആവശ്യത്തിന് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 2-ാം തീയതി വയനാട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ട് കേരളം പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് നൽകിയിരുന്നു. അത് ഡൽഹിയിൽ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള KV തോമസ് ആണ് ആ കത്ത് കൈമാറിയത്. ആ കത്തിനുള്ള മറുപടിയിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് പ്രാഥമിക ഉത്തരവാദിത്തം, ഈ ദുരന്ത നിവാരണത്തിലുള്ള പ്രാഥമിക ഉത്തരവാദിത്തം ഉണ്ടാകുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പക്കലാണ്. ദുരന്ത നിവാരണത്തിനുള്ള, ഈ ദുരന്ത ബാധിതർക്കുള്ള ഫണ്ട് എല്ലാം നൽകുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടായിട്ട് തന്നെ കേന്ദ്രം ഇതിനോടകം അനുവദിച്ചിട്ടുള്ള ഓരോ സംസ്ഥാനങ്ങളുടെയും കയ്യിലുള്ള ഈ ഫണ്ട് മുഖേനയാണ് ദുരന്ത ബാധിതരെ സഹായിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടിയാണ് ഈ കത്തിൽ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ 2 തവണയായിട്ട് 388 കോടി രൂപ, അതിൽ 291 രൂപ നേരത്തെ തന്നെ നൽകിയിരുന്നു. പ്രധാനമായിട്ടും ജൂലൈ 31-ാം തീയതി 145 കോടി രൂപയും അതിനുശേഷം ഒക്ടോബർ 1-ാം തീയതി ശേഷിക്കുന്ന ബാക്കി പണവും മുൻകൂറായി തന്നെ 2024-25 സാമ്പത്തിക വർഷത്തിനുള്ള സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഇതിനോടകം തന്നെ കേരളത്തിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം. രണ്ടാമത്തേത്, കേരളത്തിൻ്റെ തന്നെ അക്കൗണ്ടന്റ് ജനറൽ കേരളത്തിൻ്റെ കയ്യിൽ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൻ്റെ നീക്കിയിരിപ്പായിട്ട് 394.99 കോടി രൂപ ഇപ്പോൾ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് ഫണ്ട് ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇതിനോടകം 12 കലാമിറ്റീസ്, അതായത് ഈ ദുരന്തങ്ങളുടെ ലിസ്റ്റ് പറയുന്നുണ്ട്. ആ ലിസ്റ്റിലാണ് ഈ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് മുഖേന സംസ്ഥാനങ്ങൾ ദുരന്ത ബാധിതരെ സഹായിക്കേണ്ടത്. അതിനപ്പുറത്തേക്കൊരു തീവ്ര സ്വഭാവം ഈ ദുരന്തങ്ങൾക്കുണ്ടെങ്കിലാണ് അഡീഷണലായിട്ട് അധികമായിട്ട് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും കേന്ദ്രം പണം നൽകി സംസ്ഥാനങ്ങളെ സഹായിക്കുക. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ കേന്ദ്രത്തിന് തന്നെ ഒരു കേന്ദ്ര മന്ത്രിതല സമിതി ഈ വയനാട്ടിലെത്തി അതിൻ്റെ ഒരു പഠനം നടത്തി, ഈ ദുരന്തങ്ങളുടെയും അതുപോലെ തന്നെ ജീവനഷ്ടങ്ങളുടെയും മറ്റ് കാര്യങ്ങളെല്ലാം ഒരു പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു കേന്ദ്ര മന്ത്രിതല സമിതി രൂപീകരിച്ചിരുന്നു. അവർ ഓഗസ്റ്റിലെത്തി ഈ വയനാട്ടിലെ ചൂരൽമല പ്രദേശങ്ങളിലും മുണ്ടക്കൈ പ്രദേശങ്ങളിലെല്ലാം തന്നെ പഠനം നടത്തി ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു തീരുമാനം വന്നിരിക്കുന്നത്. ഇങ്ങനൊരു തീരുമാനം പറയുന്നത് മാത്രമല്ല, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവി നടപടികളും കേന്ദ്രം കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ദേശീയ ദുരന്തമായിട്ട് വയനാട് പ്രഖ്യാപിക്കാൻ സാധിക്കില്ല. ശരി അർജുൻ, ഞാൻ തിരികെ